ഇന്ന് ലോക അർബുദ പ്രതിരോധ ദിനമാണ്. അർബുദം എന്ന മാരക രോഗത്തെ ചെറുത്ത് തോൽപ്പിച്ച് ലോകത്തിന് മാതൃകയായ ഒട്ടേറെ പേരെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കാസർഗോഡ് ഇരിയണ്ണി സ്വദേശി ശ്രുതി എന്ന വിദ്യാർത്ഥിനി. ശ്വാസകോശത്തിൽ ബാധിച്ച ക്യാൻസറിനെ ധൈര്യത്തോടെ നേരിട്ട ശ്രുതി ഇപ്പോൾ എല്ലാവർക്കും മാതൃകയാണ്. ബേത്തൂർ പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശ്രുതിയുടെ ക്ലാസ് റൂമിലേക്ക് നമുക്കൊന്ന് പോയി വരാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാഠഭാഗത്തിന് അപ്പുറം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അത്തരം ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ഒരുപാട് ക്യാൻസർ രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ പല രീതിയിലും അവരുടെ മനസ്സുറപ്പ് കൊണ്ട് മാത്രം അതിജീവിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മളെപ്പോലെ തന്നെ കഴിയുന്നുണ്ട്. അത്തരത്തിലെ കുട്ടികളെ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടോ? ഞാനുണ്ട് സാറേ. ആര്? ശ്രുതി മോള്? എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് സാറേ 2 കൊല്ലം മുമ്പേ. അതിന് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, മരുന്ന് ഉപയോഗിക്കണം. അല്ലാണ്ട് മാനസികമായിട്ട് ഒരു പേടി അതിന് വേണ്ട. ധൈര്യം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഫാമിലിക്കാരെയും ഫ്രണ്ട്സിനെയും ഒത്തുചേർത്താൽ എന്തൊരു അപകടവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് ഈ ക്യാൻസർ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? കോശകലകളുടെ അസാധാരണമായ വളർച്ചയാണ് ക്യാൻസർ. അത് നമ്മുടെ ജീവിതശൈലി, ഭക്ഷണക്രമമൊക്കെ ആയിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അമിതമായിട്ട് ഹോട്ടലുകളെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ വരുത്തുന്നത്, ഇതൊക്കെ ഇതിന് വലിയൊരു കാരണമായി തീർന്നുണ്ട്. അപ്പോൾ ജീവിതശൈലി ക്രമം നമ്മൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് ഇതിൻ്റെ പിടിപിടിയിൽ നിന്ന് നമുക്ക് പരമാവധി ഒഴിവാകാൻ വേണ്ടി കഴിയുമെന്നാണ് പറയാനുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഈ ക്യാൻസർ രോഗത്തിൻ്റെ സൂചനകൾ ശരീരത്തിലുണ്ടെന്നറിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാൻ ആത്മഹത്യ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ഇടയിലുള്ള ഭൂരിഭാഗം ആളുകളും. പക്ഷേ ആ മാരകമായ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കുകയും അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തുകയും തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോരാളിയാണ് നമ്മുടെ ശ്രുതി. ശ്രുതി സമൂഹത്തിനാകെ ഒരു മാതൃകയാണ്. ബേത്തൂപ്പാറ സ്കൂളിൽ നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24.